അല്ലു അരവിന്ദ് എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറുടെ മകനായിട്ടാണ് അല്ലു അർജുൻ ജനിക്കുന്നത്. ഒരു സിനിമാ കുടുംബം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ ഈ പറഞ്ഞ പോലെ അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകൾ, അമ്മാവൻ ചിരഞ്ജീവിയുടെ സിനിമകൾ ഇതൊക്കെ കണ്ടാണ് വളർന്നത്. അദ്ദേഹം ചൈൽഡ് ആർട്ടിസ്റ്റായിരുന്നു. ചിരഞ്ജീവിയുടെ തന്നെ 1, 2 സിനിമകളിലൊക്കെ ബാലതാരമായിട്ട് വന്ന് പിന്നീട് വലുതായ ശേഷം ഗംഗോത്രി എന്ന് പറയുന്ന ഒരു സിനിമ 2003 റിലീസായ സിനിമയാണ്. ആ ഒരു സിനിമയിലൂടെയാണ് അല്ലു അർജുൻ നായകനായിട്ട് എന്താ പറയുക സിനിമയിലോട്ട് വരുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് തൊട്ടടുത്തൊരു സിനിമ. അതാണ് ആര്യ എന്ന് പറയുന്നൊരു സിനിമ. അതിൻ്റെ ഡയറക്ടർ സുകുമാർ. അന്ന് സുകുമാർ സിനിമകളൊന്നും സംവിധാനം ചെയ്തിട്ടില്ല. സുകുമാർ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു. അദ്ദേഹം മുമ്പൊരു ലെക്ചറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നീട് സിനിമയോടുള്ള പാഷൻ കാരണം അദ്ദേഹം സിനിമയിലോട്ട് വന്ന് അസിസ്റ്റൻറ്റ് ഡയറക്ടറൊക്കെ ആയിട്ട് വർക്ക് ചെയ്ത് ഈ 2003 തന്നെ റിലീസായ ദിൽ എന്ന് പറയുന്നൊരു സിനിമ, നിതിൻ എന്ന് പറയുന്ന നടൻ. നിതിൻ അതിനു മുമ്പ് ജയം എന്ന് പറയുന്ന സിനിമയൊക്കെ ചെയ്ത് ഭയങ്കര ഹിറ്റായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നിതിനെ വെച്ച് ചെയ്ത ദിൽ എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ റൈറ്ററായിരുന്നു സുകുമാർ. ആ സിനിമയുടെ പ്രൊഡ്യൂസറാണ് രാജു. പിന്നീട് അദ്ദേഹം ദിൽ രാജു എന്നറിയപ്പെടുന്നു. ഇന്ന് തെലുങ്കിലെ ഏറ്റവും വലിയ പ്രൊഡ്യൂസേഴ്സിൽ ഒരാളായിരുന്നു. അപ്പോൾ ഈ ഒരു ദിൽ എന്ന് പറഞ്ഞ ഒരു സിനിമയുടെയൊക്കെ ഡിസ്കഷൻ്റെ സമയത്തൊക്കെ തന്നെ ഈ പറയുന്ന ആര്യ എന്ന് പറയുന്ന സിനിമയുടെ കഥ സുകുമാറിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ സുകുമാർ പ്രൊഡ്യൂസർ രാജുവിൻ്റെ അടുത്ത് പറയുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ഒരു സിനിമ ദിൽ വൻ വിജയമായാൽ നിങ്ങളുടെ സിനിമ നിങ്ങളെ ഞാൻ ഡയറക്ടറായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം സിനിമയിലോട്ട് എന്ന്, അതായത് ഒരു സ്വതന്ത്ര സംവിധായകനാക്കാം എന്നുള്ളൊരു വാക്ക് കൊടുത്തു. ഈ ദില്ല് ഭയങ്കര ഹിറ്റായി. അത് കണ്ടാണ് ഈ ആര്യ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡക്ഷനിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ഈ ആര്യയുടെ ആദ്യം ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അതിൻ്റെ ഒരു കഥ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. അതായത് ഒരു എന്താ പറയുക, അല്ലുവിൻ്റെ ക്യാരക്ടർ ഭയങ്കര എനർജറ്റിക് ആയിട്ടൊരു ക്യാരക്ടറാണ്. ഒരു പെൺകുട്ടിയോട് പ്രണയം തോന്നുന്നു, പ്രണയം പറയുന്നു. പക്ഷേ ആ പെൺകുട്ടിക്ക് മറ്റൊരു പ്രണയമുണ്ട്. പിന്നീട് തൻ്റെ കാമുകിക്ക് മറ്റൊരു പ്രണയം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ആ പ്രണയത്തിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ജീവൻ പോലും പണയം വെച്ച് നടക്കുന്ന അങ്ങനത്തെ ഒരു കഥാപാത്രമായിട്ടാണ് അല്ലു ചെയ്തത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത്, സുകുമാർ പറഞ്ഞത്, അതുവരെ ഉണ്ടായിരുന്ന സിനിമയുടെ കുറേ സങ്കല്പങ്ങൾ മാറ്റിമറിച്ച സിനിമയാണ്. അതായത് അതിന് മുമ്പുള്ള പല സിനിമകളും, പ്രത്യേകിച്ച് കാതൽ കൊണ്ടൈനും എന്ന് പറയുന്ന സിനിമയൊക്കെ അന്ന് ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഭയങ്കര ഹിറ്റായി കഴിഞ്ഞു. അപ്പോൾ കാതൽ കൊണ്ടൈനും അങ്ങനെ 1, 2 സിനിമകളിലൊക്കെ നായകന് ഒരു നായികയോട് പ്രണയം തോന്നുന്നു, പക്ഷേ അത് പറയാൻ പറ്റുന്നില്ല. നായികയ്ക്ക് മറ്റൊരാൾ പ്രണയം തോന്നി, ആ പ്രണയം സക്സസ് ആയി നിൽക്കുന്ന സമയത്ത് നായകൻ മനസ്സിൽ ഈ പ്രണയം വെച്ചുകൊണ്ട് നടക്കുന്ന അവസാനം മാത്രമേ അത് തുറന്നു പറയുന്നുള്ളൂ. പിന്നീട് ഈ നായകൻ ഒരു ആൻറ്റി ഹീറോ ആയി മാറുന്നു. അങ്ങനെ കുറേ കഥകൾ ആ കാലഘട്ടത്തിൽ ഇറങ്ങിയിരുന്നു. അപ്പോൾ ഇതിന്നൊക്കെ മാറി ഒരു സിനിമ ആദ്യം തന്നെ പ്രണയം പറയുകയാണ് നായികയുടെ അടുത്ത്. അപ്പോൾ ഇതൊരു ഫ്രഷ് കൺസെപ്റ്റ് ആയിരുന്നു അന്ന്.